ഇവിടുത്തുകാരായ മൃഗങ്ങൾക്ക് ഈ തണുപ്പിനെ നല്ല പരിചയമാണല്ലോ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ അവർക്ക് അവരുടെ ശരീരത്തിൽ തണുപ്പ് കാലമാകുമ്പോൾ രോമങ്ങൾ വളരുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഭയങ്കര തണുപ്പാവുമ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് ചെറിയ തരത്തിൽ ചൂട് കൊടുക്കേണ്ടി വരും. പലതരം ഹീറ്ററാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ തണുപ്പ് തുടങ്ങിയ ഉടനെ നമ്മൾ ഹീറ്ററൊന്നും കൊടുക്കണ്ട. ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, അതായത് -20 കഴിയുമ്പോഴത്തേക്കും അവർക്കും തണുത്ത് തുടങ്ങും. അന്നേരം നമ്മൾ ചെറിയ തരത്തിൽ ഹീറ്റർ കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പം മഞ്ഞൊക്കെ മാറി. അപ്പം നമ്മൾ ഈ കോഴിക്കൂട്ടിലും ആടിൻ്റെ കൂട്ടിലും ഒക്കെ ഉപയോഗിച്ച് ഹീറ്ററുകളെല്ലാം തുടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത്രയും ഹീറ്ററാണ് ഞാൻ ഈ വർഷം ഉപയോഗിച്ചത്. ഓരോന്നും ഓരോ മൃഗങ്ങൾക്കുള്ളതാണ്. അപ്പം ഞാൻ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞുതരാം. ഇതാണ് കാഫ് ഹീറ്റർ. ആട്ടിൻകുട്ടി ജനിച്ചപ്പോൾ ഇതാണ് കൊടുത്തത്. ഇത് ഓയിൽ ഹീറ്ററാണ്. കോഴികൾക്കും താറാവിനും ഒക്കെ ഇതാണ് കൊടുക്കുന്നത്. നമ്മൾ കോഴിക്കൂട്ടിലൊക്കെ ഒരുപാട് ഈ മരപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഈ ഓയിൽ ഹീറ്ററാണ് വെക്കുന്നത്. ഇത് തീ പിടിക്കില്ല എന്നുള്ള ഒരു പ്രയോജനമുണ്ട്. പിന്നെ ഒരെണ്ണം ഈ റെഡ് ഹീറ്റഡ് ലാമ്പ്. മഞ്ഞ സമയത്ത് ആട്ടിൻകുട്ടികളുണ്ടായപ്പോൾ ഞങ്ങൾ ഈ ഹീറ്റ് ലാമ്പ് കുറച്ചു നേരം ഉപയോഗിച്ചായിരുന്നു. ഇത് ഹീറ്റഡ് പൈപ്പും ഹോസും. മഞ്ഞ സമയത്ത് ഇത് അത്യാവശ്യം. പക്ഷേ കടുത്ത തണുപ്പിൽ ഇത് പണിമുടക്കും. ഇത് താറാവിൻ്റെ വെള്ളത്തിലിടുന്ന ഹീറ്റഡ് കോയിലാണ്. ഇത് ആടിൻ്റെ കൂട്ടിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന ഹീറ്റഡ് ബക്കറ്റാണ്. ഇനിയും തീർന്നില്ല. ആ ചുമന്ന ചിക്കൻ വാട്ടർ ഇരിക്കുന്നത് ഒരു ഹീറ്ററിൻ്റെ മുകളിലാണ്. അത് ഈ മഞ്ഞുകാലത്ത് സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഒരെണ്ണമാണ്. ഇതൊന്നും കൂടാതെ ഇത് തീയും ഇട്ട് കൊടുക്കും. പുറത്ത് തീയിട്ട് കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. മഞ്ഞൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉരുകി പുറത്തോട്ട് ഇറങ്ങാൻ അവരെയും സഹായിക്കും. അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്യുമ്പം എനിക്കും ഒരു ചെറിയ ചൂടൊക്കെ കിട്ടും. അതിനാണ് ഈ തീയും കൂടെ ഇടുന്നത്. ഇത്രയും ഹീറ്റേഴ്സാണ് മഞ്ഞുകാലത്ത് പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നത്.